ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത്. അതുപോലെ തന്നെ കുറേ കമൻസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊന്നും നമുക്ക് റിപ്ലൈ കൊടുക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം എന്തൊക്കെയെന്ന് നമുക്ക് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനും കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് ആരോഗ്യകരമായ പ്രശ്നങ്ങളാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയറുവേദനയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാനും ചെയ്യാനും പറ്റാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ചില ടൈമിൽ മരുന്ന് കഴിക്കുമ്പോൾ നല്ല കുറവുണ്ടാകും, ചില ടൈമിൽ അത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് ഇതുപോലെ ഡെയിലി ഇങ്ങനെ നേരത്തെ നിന്നിട്ട് ഇങ്ങനെ അധികം നമുക്ക് കുക്ക് ചെയ്യാനോ അടുക്കളയിൽ ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനും അതുപോലെ വീഡിയോ ഇടാനും ഒന്നും പറ്റാണ്ടിരുന്നത് കേട്ടോ. അപ്പം മരുന്ന് കഴിച്ചിട്ട് കുറവ് അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ സ്കാനിങ് ഒക്കെ എടുക്കേണ്ടി വന്നു കേട്ടോ. സ്കാനിങ്ങിൽ എടുത്തപ്പോണ്ട് സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. പിന്നെ അതിനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കേട്ടോ വയറുവേദന ഇങ്ങനെ വിടാണ്ട് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചധികം തന്നെ മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ നിന്ന് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് വയറിങ്ങനെ വേദന എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേദന അങ്ങനെ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഈ തൊണ്ട ഇങ്ങനെ അടയ്ക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ തൊണ്ട ഇങ്ങനെ അടഞ്ഞ പോലെ തോന്നുമല്ലോ, അപ്പോൾ അതിൻ്റെയും പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച മരുന്നൊന്നും എനിക്ക് അധികം സെറ്റാവാണ്ട് ആയിപ്പോയി കേട്ടോ. അത് കുറയാണ്ടായിപ്പോയപ്പോഴാണ് പിന്നെ സ്കാനിങ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വലിയ സ്കാനിങ് ആയിരുന്നു, CT സ്കാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഒന്നിലും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഡോക്ടർ പിന്നെ മരുന്ന് തന്ന് പിന്നെ അത് കുറച്ച് കഴിച്ച് ഒരാഴ്ച ആയപ്പോഴാണ് ഏകദേശം വയറുവേദനയും അതുപോലെ ഈ തൊണ്ടയടപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനും ചെയ്യാനും ഒന്നും പറ്റാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ ഈ മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം നിസ്സാരമായിട്ട് കാണണ്ട കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായി പോകും. നമ്മളത് കാര്യമില്ല പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഗ്യാസ് തോന്നുമ്പോൾ ഒരു ഗ്യാസിൻ്റെ മരുന്ന് വാങ്ങി കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നേരത്തിന് ഭക്ഷണം കഴിക്കുക, നിറയെ വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും നേരെ ചെയ്യാത്ത കാരണമാണ് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം കൂടുതലായത് കേട്ടോ. അപ്പം എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു 2 മാസമായി ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടായിട്ട് കേട്ടോ. 2 മാസത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ വീഡിയോയും കറക്റ്റായി തന്നെ ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എല്ലാ മാസവും കുറച്ച് വീഡിയോ ഇടും, പിന്നെ ഇടാൻ പറ്റാണ്ടാകും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു ദിവസം നന്നായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 2-3 ദിവസം നമുക്ക് തീരെ വയ്യാത്ത ഒരു പ്രകൃതമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ നമുക്ക് വീഡിയോ ഇടാനും എടുക്കാനും ഒന്നും പറ്റാണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ റെഡി ആയിട്ടുണ്ട്, റിക്കവറായിട്ടുണ്ട്. വയറുവേദനയും അതുപോലെ നമ്മുടെ തൊണ്ടയടപ്പും എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഡോക്ടറെയൊക്കെ കണ്ടിട്ട് അതൊക്കെ ശരിയാക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാകും. അപ്പം ഒരുപാട് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തോന്നിയ ദിവസങ്ങളായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം എങ്ങനെ തള്ളി നീക്കിയെന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ നല്ല സമാധാനമൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മെയിനായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ നമ്മൾ ഒരുപാട് നേരത്തെ എണീക്കലും പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യലും, അതിനിടയിൽ വെള്ളം കുടിക്കാൻ പോലും ചില സമയങ്ങളിൽ നമ്മൾ മറന്നു പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന തിരക്ക് കൂടെ ആകുമ്പോൾ എന്താ പറയുക, അതിന് തീരെ സമയം കണ്ടെത്താത്ത പോലെ ആവും കേട്ടോ. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും
വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം അതുപോലെ നമ്മുടെ ഈ വെള്ളം കുടിക്കലും ഭക്ഷണം കഴിക്കലൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഒന്നാമത് നമ്മൾക്ക് വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർക്കും അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം ഞാൻ നേരെ അങ്ങനെ ഒന്നും കുക്ക് ചെയ്യാൻ പറ്റാണ്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കും ഏട്ടനും ഒക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർ കാണിച്ചില്ലെങ്കിലും നമുക്കറിയാലോ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാകുന്ന പറഞ്ഞാൽ നേരത്തിന് ഭക്ഷണം നേരെ കൊടുക്കാനും ഒന്നിനും നമുക്ക് പറ്റാത്ത അവസ്ഥയാകുമ്പോൾ അതും ബുദ്ധിമുട്ടല്ലേ. പിന്നെ അവരെല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതെല്ലാം ഒരുവിധം ശരിയായി കഴിയുമ്പോഴേക്കുമായിരുന്നു നമ്മുടെ ഫോണ് വീണ്ടും കംപ്ലൈൻ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോൺ കംപ്ലൈൻ്റായി പിന്നെ അത് നേരാക്കാൻ കൊടുത്ത ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വന്നു. അതുകൊണ്ടാണ് കുറച്ച് നമുക്ക് കമൻസ് വന്നതിനൊന്നും നമുക്ക് റിപ്ലൈ കൊടുക്കാനും അത് ഒന്നും പറ്റാണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് 2-3 ദിവസം അങ്ങനെയും നമുക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോണൊക്കെ കിട്ടി പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇത്ര ദിവസം വേണ്ടി വന്നു കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ശരിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് കുക്കിങ് ചെയ്യാനും അങ്ങനെ പറ്റുന്നില്ലായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും ഒരുപാട് കുക്കിങ് പറയാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പാലക്കാടൻ വെണ്ടയ്ക്ക സാമ്പാറാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ രാവിലെ കഴിക്കാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ പപ്പടം കാച്ചിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും ദിവസം അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയ്യാണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യും പോലെ എല്ലാം ചെയ്യാനൊന്നും ആകില്ലല്ലോ. പിന്നെ ഞാൻ ഒരുവിധം റെഡിയായതിന് ശേഷം പിന്നെ ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാനും റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോണും കംപ്ലൈൻ്റ് ആയ കാരണം അത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി കേട്ടോ. പിന്നെ നമ്മുടെ അക്ഷയ സ്കൂളിലേക്ക് പോയി. അതുപോലെ തന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ എന്താ പറയുക ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ ഡെയിലി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ വീഡിയോ ഇടാണ്ടിരുന്നപ്പോഴും നമുക്ക് ഭയങ്കര ഒരു പ്രശ്നം തന്നെ ആയിരുന്നു കേട്ടോ. എന്തോ പോലെ മനസ്സിന് തോന്നാൻ തുടങ്ങി. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് റീച്ച് ഉണ്ടോ ഇല്ലേ അതല്ല, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിൽ കുറച്ച് വിട്ടു നിന്നു. അത് നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. തുടർച്ചയായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും ഇടാനും പറ്റാത്ത കാരണം കേട്ടോ. ഇനി എന്തായാലും കൂടുതലായിട്ടും വീഡിയോ ഇടാൻ ആകുന്നതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി വന്നതിന് ശേഷം നമ്മുടെ അശ്വിൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവന് ഞാൻ ചന്ദനക്കുറിയൊക്കെ ഇട്ട് കൊടുത്താണ് കേട്ടോ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയ കാരണം അതിൻ്റെ കാര്യങ്ങളും തിരക്കുകളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കുക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കുട്ടികൾ ഓരോന്ന് കാണിക്കുകയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വരുന്ന സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പഴയതിനെക്കാട്ടിലും ഉഷാറായിട്ട് നമ്മുടെ വീഡിയോ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് നമ്മുടെ അശ്വിൻ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ മഴയൊന്നും അങ്ങനെ ഇല്ല. ഇടയ്ക്ക് അങ്ങനെ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയ്ക്കൊക്കെ ഒരു ലീവ് ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ എത്ര ടാറ്റ തന്നാലും മതിയാകാണ്ട് എൻ്റെ അശ്വിൻ പിന്നെയും ടാറ്റ തന്നിട്ട് പോവുകയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാനും അവനൊരു ടാറ്റ കൊടുത്താണ്. അങ്ങനെ നമ്മുടെ അശ്വിൻ പോയതിന് ശേഷം നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. നല്ല പച്ചയായിട്ടുള്ള നമ്മുടെ ഇലയുടെ ഇടയിൽ ഇങ്ങനെ മഞ്ഞ പൂവ് ഇങ്ങനെ പൂത്ത് നിൽക്കുക കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. നമ്മുടെ മുക്കുറ്റിയാണ് കേട്ടോ. നമ്മുടെ ഈ സൈഡ് ഫുള്ളായിട്ട് മുക്കുറ്റി നല്ല പോലെ ഉണ്ടായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാറ്റടിക്കുമ്പോൾ ചെറിയ ഇളം കാറ്റിൽ ഇങ്ങനെ ആടുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ മുക്കുറ്റി ചെടി വന്നിട്ട് ഇതുപോലെ രാവിലെ നേരങ്ങളിൽ ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുക്കുറ്റി ചെടിയായത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ചെടിയൊന്നും പറിച്ച് കളഞ്ഞില്ല കേട്ടോ. കാണാൻ മുക്കുറ്റി പറയുമ്പോൾ നമ്മുടെ വിഘ്നേശ്വരന് വെക്കുന്ന പൂവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് പറിച്ച് കളയണ്ട എന്നും പറഞ്ഞ് നമ്മളങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. എല്ലാ കൊല്ലവും എപ്പോഴെങ്കിലും ഒരു അവിടെയും ഇവിടെയും കുറച്ച് മുക്കുറ്റി ഉണ്ടാകുമെങ്കിലും ഇത്രയും നിറയെ മുക്കുറ്റി ഉണ്ടായത് ഇപ്രാവശ്യമാണ്
ദിവസമാണ് കേട്ടോ. നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് പറഞ്ഞാൽ അഭിപ്രായം പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ പൂത്ത് നിൽക്കും കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന കുറേ ദിവസമായി വിചാരിക്കണം, നമ്മുടെ ഫോണ് കംപ്ലൈൻ്റ് ആയ കാരണം, പിന്നെ നമ്മൾ വയ്യാത്ത കാരണം വീഡിയോ എടുക്കാത്ത കാരണവും അത് കാണിക്കാൻ പറ്റാണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ അശ്വിൻ പോയ സമയത്ത് നോക്കുമ്പോൾ നിറയെ അങ്ങനെ പൂത്ത് നിൽക്കുന്നു കേട്ടോ. ആ സൈഡും ഈ സൈഡും ഒക്കെ ആയിട്ട് നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചെടികളൊന്നും പറിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. കാണുമ്പോൾ അതിങ്ങനെ കുപ്പ പോലെ കാണുന്നുണ്ടെങ്കിലും പക്ഷേ അതിൽ പൂവ് ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് കുറേ നേരം അതെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമുക്കൊന്ന് അടിച്ചു തുടയ്ക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം എല്ലാവിടെയും ഒന്ന് തുടച്ചുകൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 10 മണിയാകുമ്പോഴേക്കും തന്നെ നമ്മുടെ പണികളെല്ലാം നമ്മൾ തീർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ വിശേഷങ്ങളും കാരണങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലക്കാടൻ വറുത്തരച്ച സാമ്പാർ കാണിച്ച കാരണമാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇനി ഇവിടുന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.